കുറച്ച് അവിയലിനൂടെ തിരികെ വെച്ചാണ്ടി. പുതുപ്പെണ്ണ് എണീച്ചില്ലേ? മണി 9 ആ ഉമ്മ. ആ മക്കളെ എഴുന്നേറ്റാ? അയ്യോ മോളിനിപ്പോ ഒന്നും ചെയ്യണ്ട, മണി 9 നമ്മളെല്ലാരും ഒരു 5 മണിയാകുമ്പോ എഴിക്കും ഇവിടെ. അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെന്തോന്ന് ജോലി ഇവിടെ? അല്ലെങ്കിൽ മക്കളൊരു കാര്യം ചെയ്യേ, പുറത്ത് കുറച്ച് വേസ്റ്റ് ഇരിക്കുന്നത് അതെടുത്ത് മുമ്പേ കൊണ്ട് വയ്ക്കി, വണ്ടി വരും എടുക്കാൻ. തിരുവി കഴിഞ്ഞാടി. അതൊക്കെ ഞാൻ ഇന്നലെ എടുത്ത് വെച്ചടി. അങ്ങേരോട് നമ്മളും അല്ല ജോലി പറഞ്ഞ അങ്ങേർക്ക് വലിവ്. നീ അങ്ങ് തിരുവി കഴിഞ്ഞില്ലേടി? ഓ കഴിഞ്ഞേ. അടുത്ത പടി മുട്ടത്രയും തരിപ്പ് തരിപ്പ് തരിപ്പ്. മക്കളൊരു കാര്യം ചെയ്യ്, വിരുന്നുകാർ വരണേല്ലേ, ആ ഷെൽഫിരിക്കുന്ന പാത്രമൊക്കെ എടുത്ത് കഴുകി വെക്കി. ആ സമയത്ത് ഇടന്ന് ഓടണ്ടല്ല. അല്ലെങ്കിലും സ്വർണ്ണം ഇവിടെ വയ്ക്കണ അത്ര സേഫ് ഒന്നും അല്ല. അങ്ങേർക്കാകുമ്പം ബാങ്കിൽ ലോക്കറുണ്ട്. എന്റെ സ്വർണ്ണം ഞാൻ കല്യാണത്തിന് കണ്ടത് തന്നെ. അപ്പൊ അവിടെ കൊണ്ടുപോയിക്കാന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എത്ര പവനുണ്ടെന്ന് അങ്ങേരോടെ പറയേ, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞാലും മതി. അയ്യോ എനിക്കറിഞ്ഞൂടമ്മ, അച്ഛനെ അറിയാവുള്ളൂ. ഞാൻ ഡിസൈൻ മാത്രമേ നോക്കിയുള്ളൂ. നിങ്ങൾക്കുണ്ട്. എവിടെ അവിടെ നിന്ന് 100 പവനങ്ങാണ്ട് ഇട്ടല്ലേടി. ഞാൻ ഇതൊന്നും ചോദിക്കാൻ നിന്നില്ലേ. മക്കളെ എടി താണ്ടടി, നിന്റെ ശ്രീകുട്ടിയോടൊന്ന് വിളിക്കണം. രാവിലെ നാട്ടിൽ വരണമെന്ന് പറഞ്ഞാലോ കൊടുത്തു വിടാനാണ് കേട്ടാ. അപ്പൂപ്പന്റെ മക്കളെ. ആളിങ്ങനെയാണെങ്കിൽ ശുദ്ധ മനസ്കയാണ്. ഈ ദേഷ്യം വരുമ്പോഴേ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് തീരെ നിവൃത്തിയില്ലെങ്കിൽ ആണ്ടേ ഈ നല്ലെണ്ണയില്ലേ പടിയിലൂടെ കൊണ്ട് ഒഴിച്ചു വയ്ക്കുക. ഞാൻ ഒഴിക്കണ തന്നെ, അതുകൊണ്ടല്ലേ എൻ്റെ അടുത്തൊന്നും പറയാൻ വരാത്തത്. ഞാൻ നമ്മുടെ പാത്രമൊക്കെ തുടങ്ങി. അതിപ്പോൾ വലിയ കാര്യമൊക്കെ ഉണ്ടോ? ഒരു കുഴപ്പമില്ല. അമ്മ ഐശ്വര്യ ചൊവ്വാഴ്ച പാത്രം നിറയിട്ട് പൊട്ടിച്ച്. അയ്യോ അമ്മ, അമ്മ ഐശ്വര്യ ചൊവ്വാഴ്ച പാത്രം നിറയിട്ട് പൊട്ടിച്ച്. അമ്മ ചൊവ്വാഴ്ച ആയിട്ട് ഇവരിപ്പോ കിടക്കുന്നു. ഒരു കുഴപ്പമില്ല. അമ്മ ഐശ്വര്യ ചൊവ്വാഴ്ച ആയിട്ട് പാത്രം നിറയിട്ട് പൊട്ടിച്ചമ്മ. ചൊവ്വാഴ്ച എല്ലാവരും കുഴപ്പമില്ലായിരുന്നു.